ഇപ്പോൾ അറിവിൻ്റെ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വല്യശാല രാജു. എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസു. തവളകളെ ഭ്രാന്തമായി സ്നേഹിക്കുന്ന മലയാളിയും കൊല്ലത്തുകാരനുമായ കടയ്ക്കൽ സ്വദേശി സത്യഭാമ ദാസ് ബിജുവിന് പങ്കുവയ്ക്കാനുള്ളത് കൗതുകകരമായ കുറേ തവളക്കഥകളും പിന്നെ ഒരു പിടി സ്വപ്നങ്ങളുമാണ്. ഭൂമിയുടെ ഉടമകളായിട്ട് പോലും വൻതോതിൽ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന തവളകളുടെ സംരക്ഷണമാണ് ഉറക്കത്തിലും ഉണർവിലും പരിണാമശാസ്ത്രജ്ഞനായ SD ബിജു കാണുന്ന സ്വപ്നം. വളരെ കുറച്ചു മാത്രം ഉറങ്ങുകയും ബാക്കി സമയം മുഴുവൻ ലോകത്തെ ഏറ്റവും മനോഹരമായ ജീവികളായി താൻ കരുതുന്ന തവളകളെക്കുറിച്ച് പഠിക്കുകയും ഗവേഷണം നടത്തുകയുമാണ് ബിജു അഥവാ സത്യഭാമ ദാസ് ബിജു. ഒപ്പം തവളകളും കഠിന അധ്വാനികളുമായ ഒരു പറ്റം ഗവേഷകരുമുണ്ട് അദ്ദേഹത്തിനോടൊപ്പം. ഇന്ത്യയിലെ എല്ലാ കാടുകളിലും ബിജുവിൻ്റെയും സംഘത്തിൻ്റെയും കാലടികൾ പതിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കൂടുതൽ സമയവും ചെലവിടുന്നത് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ വനാന്തരങ്ങളിലാണ്. വനവാസികളും ബിജുവിൻ്റെ അടുത്ത കൂട്ടുകാരാണ്. കടുവയ്ക്കും ആനയ്ക്കും വേണ്ടി കോടികൾ ചെലവിടുമ്പോൾ പരിണാമ ശൃംഖലയിൽ അതിപ്രധാന സ്ഥാനമുള്ള തവളകൾ അവഗണിക്കപ്പെടുന്നു എന്നാണ് ബിജുവിൻ്റെ പരാതി. ഈ തവള രാജകുമാരനെ കുറിച്ചാണ് ഇന്നത്തെ അറിവിൻ്റെ പാഠപുസ്തകം. ഭൂമിയുടെ കഥ തവളകളുടെ കഥയാണെന്നാണ് ഇന്ത്യയുടെ തവള മനുഷ്യൻ എന്നറിയപ്പെടുന്ന ബിജുവിൻ്റെ അഭിപ്രായം. ഇന്നത്തെ ഉഭയജീവികളുടെ പൂർവികർ ഏകദേശം 400 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് വെള്ളത്തിൽ നിന്ന് കരയിലേക്ക് പരിണമിച്ച കരഭൂമിയിലെ ആദ്യത്തെ കശേരുക്കളാണ്. 5 മഹാവംശനാശം അതിജീവിച്ച ഏക ജീവിവർഗമാണ് തവള. 44 കോടി വർഷം മുമ്പാണ് ആദ്യ വംശനാശം. പിന്നീട് 4 വംശനാശം കൂടി ഉണ്ടായതായി കണക്കാക്കപ്പെടുന്നു. തവളകൾ ഭൂമിയുടെ ഉടമസ്ഥരാണെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. നട്ടലുള്ള ആദ്യ ജീവിവർഗമാണത്. ഭൂമിയിലും ജലത്തിലും ജീവിക്കാൻ കഴിയുന്ന തവളകളുടെ വൈവിധ്യം അപാരമാണ്. മണ്ണിനടിയിലും മരത്തിലും വെള്ളത്തിലും മരപ്പൊത്തിലും പാറയിടുക്കിലും തവളകൾ ജീവിക്കുന്നു. കടുവ ഒരൊറ്റ സ്പീഷീസ് ആണെങ്കിൽ തവളയുടെ 500-ൽ കൂടുതൽ സ്പീഷീസ് ഇന്ത്യയിലുണ്ട്. ഭൂഖണ്ഡങ്ങളുടെ രൂപീകരണം സംബന്ധിച്ച പഠനങ്ങൾക്കും ഏറ്റവും ആധുനികമായ DNA ഗവേഷണ സിദ്ധാന്തങ്ങൾക്കും തവളയെ അവഗണിക്കാനാകില്ല. മത്സ്യങ്ങളിൽ നിന്ന് പരിണമിച്ചുണ്ടായതാണല്ലോ തവളകൾ. തവളകൾക്ക് ഉപ്പുവെള്ളത്തിൽ ജീവിക്കാനാകില്ല. അതുകൊണ്ട് തന്നെ അവയ്ക്ക് കടൽ കടക്കാൻ കഴിയില്ല. അപ്പോൾ ഒരേ ജനിതക ഘടനയുള്ള തവളകളെ ആഫ്രിക്കയിലും ഇന്ത്യയിലും കാണുമ്പോൾ അത് എങ്ങനെ സംഭവിച്ചെന്ന് പരിശോധിക്കേണ്ടി വരും. അപ്പോഴാണ് ഒരൊറ്റ ഭൂപ്രദേശമായിരുന്നു ഇന്ത്യയും ആഫ്രിക്കയും എന്ന ഗോദ്വാന സിദ്ധാന്തത്തിലേക്ക് കൂടുതൽ ആധികാരികത ഉണ്ടാകുന്നത്. തവളകളെ അവഗണിച്ചുകൊണ്ട് പരിണാമ സിദ്ധാന്ത ഗവേഷണം അസാധ്യമാണെന്നാണ് ബിജു പറയുന്നത്. തവളകളുടെ വൈപുല്യം തന്നെയാണ് ഈ മേഖലയിലേക്ക് കടക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. ഇത്രയേറെ ആകർഷകത്വമുള്ള ജീവികൾ കുറവാണ്. പൂമ്പാറ്റകളും പക്ഷികളും അല്ല, തവളകൾക്കാണ് ഏറ്റവും അധികം വർണ്ണശബളിമയുള്ളത്. 8800 ഉഭയജീവികൾ ലോകത്തെമ്പാടുമായി ഉണ്ട്. അതിൽ ഏകദേശം 450 എണ്ണവും ഇന്ത്യയിലാണ്. അതിൽ തന്നെ 200ഓളം കേരളത്തിലുമുണ്ട്. ഓരോ തവളയുടെയും പ്രജനന രീതി, ശബ്ദം, ഇരതേടൽ എല്ലാം വ്യത്യസ്തമാണ്. പുതിയ തവളകളെ കണ്ടുപിടിക്കുന്നതിനേക്കാൾ ബിജുവിന് താൽപ്പര്യം അവയുടെ സ്വഭാവ സവിശേഷതകൾ പഠിക്കുന്നതിലാണ്. 2 വിഭാഗങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ തവളകളും ഇണചേരുന്നത് ലൈംഗിക അവയവങ്ങൾ ഉപയോഗിച്ചല്ല. ആൺതവള പിൻഭാഗത്തെ ഒരു ദ്വാരത്തിലൂടെ ബീജം പുറപ്പെടുവിക്കും. അപ്പോൾ തന്നെ പെൺതവളയും അണ്ഡം പുറപ്പെടുവിക്കും. അത് അന്തരീക്ഷത്തിലാണ് കൂടിച്ചേരുന്നത്. പിന്നീട് അത് അരികിലുള്ള ജലാശയത്തിലേക്ക് വീണാണ് വാൽമാക്രിയകൾ ഉണ്ടാകുന്നത്. 7800 തവളകളിൽ നടത്തിയ ഗവേഷണത്തിൽ 6 ഇണചേരൽ രീതികൾ ഉള്ളതായി കണ്ടിട്ടുണ്ട്. 2016-ൽ മഹാരാഷ്ട്രയിൽ നൈറ്റ് ഫ്രോഗിൻ്റെ പുതിയ ഇണചേരൽ രീതി 7ാമത്തേതായി ഇവരുടെ സംഘം കണ്ടെത്തിയിരുന്നു. ഇത് വലിയ വാർത്തയുമായിരുന്നു. അന്ന് തവളകളുടെ കാമസൂത്രം എന്നൊക്കെ വിശേഷിപ്പിച്ചിരുന്നു മാധ്യമങ്ങൾ ഈ കണ്ടെത്തലിനെ.
തീർച്ചയായും മാവേലി തവളയാണ് ബിജുവിൻ്റെ ജീവിതത്തിൽ വഴിത്തിരിവായത്. നാസിക ബെട്രാക്കസ് എന്നാണ് അതിൻ്റെ ശാസ്ത്രീയ നാമം. സാധാരണ ലാറ്റിൻ ഭാഷയിലാണ് പേരുകൾ ഉണ്ടാകുന്നത്. നമ്മുടെ സംസ്കൃതമാകട്ടെ എന്ന് കരുതി ആ തവളയുടെ മൂക്കിൻ്റെ പ്രത്യേകത കൊണ്ടാണ് അങ്ങനെ പേരിട്ടത്. വളരെ അപൂർവമായി മാത്രം മണ്ണിനടിയിൽ നിന്ന് പുറത്തു വരുന്നത് കൊണ്ടാണ് മാവേലി തവളയെന്ന് അതിനെ വിളിക്കുന്നത്. ബിജുവാണ് ഇത് ആദ്യം കണ്ടെത്തുന്നത്. 2003 ഇടുക്കിയിലെ ഒരു കർഷകൻ്റെ പറമ്പിൽ നിന്നാണ് ഇതിനെ ആദ്യം കണ്ടെത്തിയത്. വർഷത്തിൽ ഒരിക്കൽ പ്രജനന സമയത്ത് മാത്രം മണ്ണിനടിയിൽ നിന്ന് പുറത്തു വരുന്ന ഈ തവള പശ്ചിമഘട്ടത്തിലാണ് പ്രധാനമായും ഉള്ളത്. ലോകത്ത് എവിടെ പോയാലും ഈ മേഖലയിലുള്ളവർക്ക് മാവേലി തവളയെ അറിയാം. കാഴ്ചയിലും സ്വഭാവ രീതികളിലുമുള്ള സവിശേഷതകളാണ് അതിന് ഇത്രയേറെ പ്രാധാന്യം ഉണ്ടാകാൻ കാരണം. കേരളത്തിനൊരു ദേശീയ തവള ഉണ്ടെങ്കിൽ അത് മാവേലി തവള തന്നെ ആകണം. നൂറ്റാണ്ടിൻ്റെ കണ്ടെത്തൽ എന്നാണ് മാവേലി തവളയുടെ കണ്ടെത്തലിനെ ബിജു വിശേഷിപ്പിക്കുന്നത്. ലോകത്ത് ഏറ്റവും അധികം തവളകളുള്ള രാജ്യമാണ് ഇന്ത്യ. അതിൽ ഏറ്റവും കൂടുതൽ കേരളത്തിലുമാണ്. ഒരു നഖത്തിനോളം പോന്ന കുഞ്ഞൻ തവളയെ കേരളത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയിലെ ഏകദേശം 74 സ്പീഷീസ് തവളകളും വംശനാശം നേരിടുന്നു. ഇവയിൽ 80% കേരളത്തിലാണ് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കപ്പെടണം. അതിന് കാരണം പലതാണ്. പ്രധാനം കാലാവസ്ഥാ വ്യതിയാനം തന്നെയാണ്. ജനങ്ങളുടെ ജീവിത രീതിയിലും കൃഷി രീതിയിലും വന്ന മാറ്റങ്ങൾ മറ്റൊരു കാരണമാണ്. വലിയ മൃഗങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി കോടികൾ നാം ചെലവിടുമ്പോൾ അത്രയും തന്നെയോ അതിനേക്കാളേറെ പ്രാധാന്യമുള്ള തവള ഉൾപ്പെടെയുള്ള ചെറുജീവികൾ സംരക്ഷിക്കപ്പെടുന്നില്ല. ദിനോസറുകളെ ഉൾപ്പെടെ കണ്ടവരാണ് തവളകൾ. അവർക്ക് അതിജീവനത്തിന് സഹായിക്കുന്ന പല പ്രത്യേകതകളുമുണ്ട്. 7 ടൺ വരെ ഭാരമുള്ള ഭീമൻ തവളകൾ ഉണ്ടായിരുന്നു. അവയുടെ ഫോസിലുകൾ കിട്ടിയിട്ടുണ്ട്. കാഴ്ചയിൽ ഭീകരരൂപികൾ. തവളയുടെ ഓരോ സ്പീഷീസും ഓരോ സ്വഭാവ സവിശേഷത പ്രകടിപ്പിക്കുന്നവയാണ്. വിഷമുള്ളവയുണ്ട്, പാമ്പുകളെ തിന്നുന്നവയുമുണ്ട്. ഒരു കോഴിക്കുഞ്ഞിനെ വിഴുങ്ങാൻ ചില തവളകൾക്ക് കഴിയും. തലകീഴായി കിടന്ന് പ്രജനനം നടത്തുന്നവയുമുണ്ട്. മരപ്പൊത്തിൽ വാൽമാക്രികൾ ഉണ്ടാകുമ്പോൾ അവയ്ക്ക് സ്വന്തം അണ്ഡം ഭക്ഷണമായി ഇട്ടുകൊടുക്കുന്നവയുമുണ്ട്. അണ്ഡവും ബീജവും ചേർന്ന് കഴിഞ്ഞാൽ അത് വിഴുങ്ങുകയും തൊണ്ടയിൽ സൂക്ഷിച്ചു വെച്ച് വിരിയുമ്പോൾ പുറത്തേക്ക് തുപ്പുന്നവയുമുണ്ട്. തൊലിക്കടിയിലാണ് ചിലത് മുട്ട വിരിയാനായി സൂക്ഷിക്കുന്നത്. കുഞ്ഞുങ്ങളെ ഏറ്റവും ശ്രദ്ധയോടെ പരിപാലിക്കുന്നവയാണ് തവളകൾ. തവളകളുടെ പഠനത്തെ ആവേശകരമാക്കുന്നത് കൗതുകകരമായ ഇത്തരം സ്വഭാവ രീതികളാണ്. മറ്റ് ജീവികളെ പോലെ കൃത്രിമമായി ആവാസ വ്യവസ്ഥയിൽ തവളകളെ വളർത്തി സംരക്ഷിക്കാനാകില്ല. അവയുടെ സ്വാഭാവിക ചുറ്റുപാടുകളിൽ മാത്രമേ തവളകൾക്ക് ജീവിക്കാനും പ്രജനനം നടത്താനും കഴിയൂ. കോളേജുകളിൽ ജീവശാസ്ത്ര ക്ലാസ്സുകളിൽ തവളകളെ കീറിമുറിച്ച് പഠിക്കുന്ന രീതി അവസാനിപ്പിച്ചതോടെ 10,000-കണക്കിന് തവളകൾ രക്ഷപ്പെട്ടു. ജയറാം രമേശ് കേന്ദ്രമന്ത്രി ആയിരുന്നപ്പോഴാണ് അതിനായി ഉത്തരവ് പുറപ്പെടുവിക്കാൻ കഴിഞ്ഞത്. പശ്ചിമഘട്ടത്തിലെ ഉഭയജീവികളുടെ സംരക്ഷണത്തിനാണ് ആ നിയമം അന്ന് കൊണ്ടുവന്നത്. പൊതുസമൂഹത്തെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വംശനാശം തടയാനും നൂറ്റാണ്ടുകളായി കണ്ടെത്താൻ കഴിയാത്ത ഉഭയജീവികളെ കണ്ടെത്താനുമാണ് ശ്രമിക്കേണ്ടത്. ഗോത്രവംശജരും പ്രകൃതി സ്നേഹികളും വിദ്യാർത്ഥികളും ഗവേഷകരും എല്ലാവരും ഇതിൽ പങ്കാളികളാകണം. UN ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര ഏജൻസികളും സ്ഥാപനങ്ങളും ഇപ്പോൾ സഹകരിക്കുന്നുണ്ട്. 570 സന്നദ്ധ പ്രവർത്തകരെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു പോർട്ടലുണ്ട്. അതിൽ രജിസ്റ്റർ ചെയ്യുന്നവരിൽ നിന്ന് യോഗ്യത ഉള്ളവരെയാണ് സന്നദ്ധ പ്രവർത്തകരാക്കുന്നത്. രാജ്യത്തെ ആദ്യത്തെ ജനകീയ ശാസ്ത്ര രജിസ്ട്രിയാണ് ഇതെന്ന് പറയാം. നമ്മൾ കണ്ടെത്തുന്ന തവളകൾക്ക് പേര് കൊടുക്കാൻ നമുക്ക് അധികാരമുണ്ട്. സാധാരണ ലാറ്റിൻ ഭാഷയാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. എന്നാൽ മാവേലി തവളയെ കണ്ടെത്തിയപ്പോൾ അതിന് മൂക്കൻ തവള എന്ന് പേര് കൊടുക്കാനാണ് ആദ്യം ബിജുവിന് തോന്നിയത്. 2003 അതിനെ കണ്ടെത്തിയപ്പോൾ വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് അത് പുറത്തു വരുന്നതെന്ന് അറിയില്ലായിരുന്നു. 2020 ആ പ്രത്യേകത മനസ്സിലാക്കിയത്. മൂക്ക് നീണ്ടതുകൊണ്ട് നാസിക ബെട്രാക്കസ് എന്ന് പേര് നൽകി. ആദ്യം അതിനെ പർപ്പിൾ ഫ്രോഗ് എന്നാണ് വിളിച്ചത്. ഈ നിറം തവളകൾ അത്ര സാധാരണമല്ല. കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ എന്ന ഗ്രാമത്തിലെ ഒരു ഇടത്തരം കർഷക കുടുംബത്തിലാണ് സത്യഭാമ ബിജു എന്ന SD ബിജു ജനിക്കുന്നത്. 15 വയസ്സ് വരെ ഔപചാരിക വിദ്യാഭ്യാസം ഉണ്ടായില്ലെന്ന് പറയാം. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് BSc ബോട്ടണിയിൽ ബിരുദം നേടി. കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്ന് PhD. പാലോട് ബോട്ടണിക്കൽ ഗാർഡനിൽ സസ്യശാസ്ത്രജ്ഞനായാണ് ഔദ്യോഗിക ജീവിതം തുടങ്ങുന്നത്. സസ്യങ്ങളെ പഠിക്കുന്നതിനായാണ് വനങ്ങളിൽ ആദ്യം പോയത്. തവളകളെ കാണാൻ തുടങ്ങിയതും അപ്പോഴാണ്. ഫോട്ടോഗ്രാഫി ഇഷ്ടമായതുകൊണ്ട് അവയുടെ ചിത്രങ്ങൾ ബിജു
ധാരാളമായി എടുത്തു. പക്ഷേ ഇവയെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. പല ശാസ്ത്രജ്ഞർക്കും പറഞ്ഞു തരാനും കഴിഞ്ഞില്ല. അങ്ങനെയാണ് ലോകപ്രശസ്ത ഉരകശാസ്ത്രജ്ഞനായ റോബർട്ട് ഇൻഗർക്ക് ബിജു ചിത്രങ്ങൾ അയച്ചു കൊടുക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രോത്സാഹനം മൂലമാണ് സസ്യശാസ്ത്രത്തിൽ നിന്നും ജന്തുശാസ്ത്രത്തിലേക്ക് ബിജു എത്തിയത്. ജോലി ഉപേക്ഷിച്ച് 41-ാം വയസ്സിൽ ബെൽജിയത്തിലെ ബ്രസൽസിൽ ഫ്രാങ്ക് ബോസ്യന്നിൻ്റെ മേൽനോട്ടത്തിൽ ജന്തുശാസ്ത്രത്തിൽ 2ാമത്തെ PhD ബിജു എടുത്തു. പിന്നീട് ബിജുവിൻ്റെ ജീവിതം തവളകളെ പഠിക്കുന്നതിനായി മാറ്റിവെച്ചു. ഇതാണ് ലോകമെന്ന് ഞാൻ മനസ്സിലാക്കി. 100-ലേറെ തവളകളെ കണ്ടെത്താനും പഠിക്കാനും ബിജുവിന് കഴിഞ്ഞു. ഉഭയജീവികളുടെ 2 പുതിയ ഫാമിലികൾ കണ്ടെത്തി. മാവേലി തവള അഥവാ പർപ്പിൾ ഫ്രോഗ് ഒരു ഫാമിലിയാണ്. 3.5 കോടി വർഷം മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നതാണിത്. കുരുടി പാമ്പ് വർഗത്തിൽപ്പെട്ട ചിക്കിലിതയെ കണ്ടെത്തിയത് 2012-ലാണ്. ഈ കണ്ടെത്തലുകളാണ് ഹാർവാർഡ് സർവകലാശാലയുടെ റാഡ്ക്ലിഫ് ഫെലോ ആകാൻ ബിജുവിനെ ഇടയാക്കിയത്. എങ്കിലും ഇതിൻ്റെ വ്യക്തിപരമായ നേട്ടമായല്ല ബിജു കാണുന്നത്. സഹഗവേഷകരുടെയും വിദ്യാർത്ഥികളുടെയും കൂടി നേട്ടമായി ബിജു കാണുന്നു. കേരളത്തിന് വേണ്ടി കേരളത്തിലെ തവളകൾ ഉൾപ്പെടുന്ന ഉഭയജീവികളുടെ സംരക്ഷണത്തിനും പഠനത്തിനും വേണ്ടി ഒരു പദ്ധതി ബിജുവിൻ്റെ സ്വപ്നമാണ്. തവളകൾ ഉൾപ്പെടെയുള്ള ജൈവ വൈവിധ്യ സംരക്ഷണത്തിനായി ഒരു സംവിധാനം കേരളത്തിൽ അടിയന്തരമായി സ്ഥാപിക്കേണ്ടതുണ്ട്. അതിൻ്റെ അർത്ഥം വലിയ കെട്ടിടങ്ങളും കോടികളുടെ മുതൽ മുടക്കുമല്ല. പശ്ചിമഘട്ടത്തിലെ ജൈവ വൈവിധ്യത്തെക്കുറിച്ച് പഠിക്കാൻ ഒരു ഗവേഷണ സ്ഥാപനം ഉണ്ടാകണം. ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ അക്കാഡമിക് പണ്ഡിതരെയും നമുക്കിവിടെ കൊണ്ടുവരാൻ സാധിക്കും. അവർക്കുള്ള ശമ്പളം അതാത് സ്ഥാപനം നൽകണം. മറ്റ് ചെലവുകൾക്കുള്ള ഫണ്ട് കണ്ടെത്താനും പ്രയാസമില്ല. ഇന്ത്യയുടെ തവള മനുഷ്യൻ എന്നറിയപ്പെടുന്ന കടക്കൽ സ്വദേശി സത്യഭാമ ബിജുവിനെക്കുറിച്ചും തവളയെക്കുറിച്ചുമാണ് ഇന്നത്തെ അറിവിൻ്റെ പാഠപുസ്തകത്തിൽ പ്രതിപാദിച്ചത്. അതിവിടെ പൂർണ്ണമാകുന്നു. ഞാൻ വലിയശാല രാജു. ഇതുവരെ കേട്ടത് അറിവിൻ്റെ പാഠപുസ്തകം.